നിങ്ങളൊക്കെ മനോരാജ്യത്തിലാണ്. തരീൻ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്ന് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെയോ ഇന്നോ ഒരാഴ്ച മുമ്പോ പ്രവർത്തിക്കാൻ തുടങ്ങിയതല്ല. ഞങ്ങൾ കണ്ണാടി പഞ്ചായത്തിനകത്ത് 18 വാർഡുണ്ട്. ഈ 18 വാർഡിനകത്തും ഞങ്ങൾ ഓട്ടോ ഓട്ടിക്കുന്ന ആളായാലും ചുമട് തൊഴിലെടുക്കുന്ന ആളായാലും ഞങ്ങൾ സെൻട്രൽ പണിക്ക് പോകണമായാലും ഞങ്ങൾ കണ്ണാടി നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നാണോ? തീർച്ചയായിട്ടും 4000 വോട്ടിന് ഭൂരിപക്ഷം കിട്ടും ഞങ്ങൾക്ക്. ഞങ്ങൾ അത്രമേലെ ഞങ്ങൾ പിന്നെ ഇവിടെ കിട്ടും. ഒരു മിനിറ്റ്, മാത്തൂർ അതിനപ്പുറം, പ്യാരി അതിനപ്പുറം ഞങ്ങൾ ഇപ്രാവശ്യം അടിച്ചു പൊളിക്കും. ഞങ്ങള് ഒരു കാര്യം അല്ല, ഒരു കാര്യം സ്വാമിനാഥൻ മനോരാജ്യത്തിലായ പ്രിയപ്പെട്ട സഹോദര, ഇവിടെ VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് സുരേഷ് പറഞ്ഞത് ആത്മാഭിമാനമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ വോട്ട് ചെയ്യില്ല എന്ന മനസ്സിലായോ? ഇവിടെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെയും മനസ്സിൽ സ്വന്തം ചെറിയ മറുപടി അതേക്കുറിച്ച് മാത്രം. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇത്തവണ സ്വാമിനാഥനൊപ്പമാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ UDF-നൊപ്പമാണെന്നാണ്. അത് നമുക്ക് കാണാം. നിങ്ങൾ നോക്കൂ, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല ഇടതുപക്ഷത്തോടൊപ്പം ഇപ്പം ഉള്ളത് എന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് തിരിച്ചറിയണം. നിങ്ങൾ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് 23-ന് വരുമല്ലോ. കോൺഗ്രസിന്റെ ചില നേതാക്കളുടെ കൈപ്പിടിയിലേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഒതുക്കുന്ന സമീപനത്തിനെതിരായ അന്തസ്സുള്ള കോൺഗ്രസുകാർ നിങ്ങളിങ്ങനെ ആരോപിച്ച ആ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് അംഗം പോകുന്നു, നിങ്ങളുടെ മണ്ഡലം സെക്രട്ടറി പോകുന്നു, ദളിത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പോകുന്നു, DCCയുടെ ജനറൽ സെക്രട്ടറി വലിയ അതൃപ്തി പറയുന്നു. ഇതെല്ലാം നിങ്ങൾ ആക്ഷേപിക്കുന്ന ആളുകളുടെ കൂടെയാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത മാറ്റമല്ലേ പാലക്കാട്ട്? കുഴിഞ്ഞമ്പാറ തെരഞ്ഞെടുപ്പുണ്ടോ? ഉപതെരഞ്ഞെടുപ്പുകളല്ലേ? വേറെ ചർച്ചയാണ്.